brand new episode of Newspaper Analysis. I am Pranavi Pradeep, a MA Journalism and Mass Communication student at Jain University, Kochi. So, in the as I mentioned before, a newspaper analysis. രണ്ട് പ്രമുഖ ന്യൂസ്പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ന്യൂസ്പേപ്പർ സ്ട്രക്ചറിങ് എത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, കളർ സ്കീം, A to Z കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ന്യൂസ്പേപ്പർ ഒരു സെക്കൻഡ്, ഇപ്പം വരാം. സാധനം കിട്ടി. ഓക്കെ, സോ ഇന്ന് ഞാൻ എടുത്ത രണ്ട് ന്യൂസ് പേപ്പേഴ്സാണ് മാതൃഭൂമി ആൻഡ് മലയാള മനോരമ. ആസ് യു ഓൾ നോ, രണ്ടും നല്ല റിനൗണ്ട് ആൻഡ് പോപ്പുലർ ന്യൂസ് പേപ്പേഴ്സാണ് ഇൻ കേരള. സോ നമുക്ക് നോക്കാം. ആൻഡ് രണ്ടും സെയിം ഡേറ്റ് ആണ്, 12th March 2025. രണ്ടും സെയിം ഡേറ്റ് ആണ്. ബട്ട് വിൽ സി എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഇവർ രണ്ടും യൂസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മാതൃഭൂമിയാണ്. ഞാൻ ഒരു ലേ ഔട്ട് കാണിച്ചു തരാം ഫസ്റ്റ്. സോ ദിസ് ഇസ് ദി ലേ ഔട്ട്. എനിക്ക് തോന്നി ഇവർ കുറച്ചും കൂടി അഡ്വർടൈസ്മെൻറ്റ്സിനാണ് ഫോക്കസ് കൊടുത്തത്. ആൻഡ് വലിയ കളർ സ്കീം ഒന്നുമില്ല. ലൈക്ക് കുറച്ച് നെയിം പ്ലേറ്റിൻ്റെ താഴെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. പിന്നെ ലൈക്ക് അത്ര ന്യൂസ് ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ മലയാള മനോരമ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ട്. വിൽ സീ ദാറ്റ്. ഓക്കെ, സോ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് യെല്ലോ കളറിന് ഇവർ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈറ്റിൽ കാർഡാണെങ്കിലും പിന്നെ അത് മാത്രമല്ല ഇവിടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഒരു യെല്ലോ കളർ സ്കീം നമുക്ക് കാണാൻ പറ്റും. സോ വിൽ സി. ആൻഡ് ഇതിൽ കുറച്ചും കൂടി ന്യൂസ് ആർട്ടിക്കിൾസിന് ഇവർ പ്രോമിനൻസ് കൊടുത്തിട്ടുണ്ട്. സോ വിൽ അനലൈസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഇതിൽ മലയാള മനോരമ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുത്തൊരു ന്യൂസ് ആർട്ടിക്കിളാണ് പാകിസ്ഥാനിൽ ബലൂച്ച് ചാവേർ ആക്രമണം, ട്രെയിൻ റാഞ്ചി, 152 പേര് ബന്ദികൾ. അപ്പോൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് കുറച്ചും കൂടി ഒരു ഫോക്കസ് മലയാള മനോരമ കൊടുത്തത്. കാരണം കാണുന്നത് പോലെ തന്നെ ന്യൂസ് ഹെഡ്ലൈന് ഇച്ചിരി വലുപ്പമൊക്കെ ഉണ്ട്. അപ്പം ഇതെന്താണ് സംഭവം, ഞാൻ ചെറിയൊരു രീതിയിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. 30 പാക് സൈനികരെ വധിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. വ്യോമാക്രമണത്തിലൂടെ പാക് സൈന്യം 80 പേരെ മോചിപ്പിച്ചു. അപ്പോൾ BLA, അതായത് ബലൂച്ച് ലിബറേഷൻ ആർമി ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. കുറേ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് നടന്നിട്ടുണ്ട് ഇവരെ ക്യാപ്ചർ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ബട്ട് അതൊന്നും സംഭവിച്ചില്ല. ആൻഡ് 2-3 സക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു ഈ ട്രെയിൻ, ജാഫർ ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിനിനെ ഇവർ ക്യാപ്ചർ ചെയ്ത് 182 പേര് ബന്ദികളാക്കി. പിന്നെ അതുമാത്രമല്ല 80 പേര് ഇവർ മോചിപ്പിച്ച് വിട്ടും ചെയ്തു. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് എ ഫെയിൽഡ് അറ്റംപ്റ്റ്. കാരണം ഇവർക്ക് ഓൾമോസ്റ്റ് ഒരു 182 പേര് ഇവർക്ക് ബന്ദികളാക്കാൻ പറ്റി. ആൻഡ് BLA ഇറ്റ്സ് എ ആൻറ്റി നാഷണൽ, ഒരു കറപ്ഷൻ ഒരു സംഘടനയാണ് വിച്ച് വാസ് ഫൗണ്ടഡ് ആൻഡ് ഫോംഡ് ഇൻ ബലൂചിസ്ഥാൻ, വിച്ച് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. അത് പാകിസ്ഥാൻ്റെ ഒരു അതിർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ്റെ ഇടയിലുള്ളൊരു രാജ്യമാണ് ബലൂചിസ്ഥാൻ. ആൻഡ് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറ് പ്രവിശ്യമുള്ള ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്നാണ് വടക്കൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യത്തിലെ പേഷ്വാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് മഷ്കഫ് തുരങ്കത്തിൽ ആക്രമപ്പെട്ടത്. അപ്പോൾ മഷ്കഫ് തുരങ്കത്തിലാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഇൻസിഡൻറ്റ് സംഭവിച്ചത്. ഓക്കെ, ആൻഡ് ക്വറ്റയ്ക്കടുത്ത് മഷ്കഫ്, ക്വറ്റയാണ് ബലൂചിസ്ഥാൻ്റെ ക്യാപിറ്റൽ. അവിടുത്തെ തുരങ്കത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. തുരങ്കത്തിന് മുന്നിൽ ആക്രമണം നടത്തി ട്രെയിൻ പിടിച്ചെടുത്തു. നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനെ എടുത്ത് ലോക്കോ പൈലറ്റിനൊക്കെ നല്ല പരിക്കേറ്റിട്ടുണ്ട്. ലോക്കോ പൈലറ്റും പിന്നെ കുറേ പാസഞ്ചേഴ്സ്, കുട്ടികളും ലേഡീസും അടങ്ങുന്ന പാസഞ്ചർ ട്രെയിനായിരുന്നു ഈ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. പേഷ്വാർ പ്രദേശത്തിലേക്ക് സഞ്ചരിച്ച് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനായിരുന്നു ജാഫർ എക്സ്പ്രസ്. അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അവിടെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. സോ അതാണ് പാകിസ്ഥാനിൽ ബലൂച്ച് ചാവേർ ആക്രമണം. ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇത്രത്തോളം ന്യൂസ് വാല്യൂ ഉള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. അത് ഞാൻ മാതൃഭൂമിയിൽ അത് വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പേജിൽ അത് കാണാൻ പറ്റിയില്ല. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് പേജിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബട്ട് മാതൃഭൂമിയിൽ അത് കാണാൻ പറ്റിയില്ല. സോ അതാണ് ഒരു സംഭവം. പിന്നെ അത് മാത്രമല്ല ഒരു ഇല്ലുസ്ട്രേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. റീഡേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ എവിടെയാണ്, പാകിസ്ഥാൻ എവിടെയാണ്, അഫ്ഗാനിസ്ഥാൻ എവിടെയാണ്, ഈ ഒരു ഇൻസിഡൻറ്റ് എവിടെയാണ് സംഭവിച്ചത്. അതായത് ഒരു തുരങ്കം, ഞാൻ പറഞ്ഞല്ലോ, ഒരു തുരങ്കത്തിലാണ്, മഷ്കഫ് തുരങ്കത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. തുരങ്കത്തിൻ്റെ ഒക്കെ മാപ്പിംഗ് ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അവരവന് പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളായിട്ട് യാതൊരു ബന്ധമില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം എവിടേക്കോ ഒരു റിലേഷനുള്ളൊരു ചെറിയൊരു ബൈലൈൻ കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് റോഡ് പദ്ധതി,
ചൈനയിൽ നിന്നുള്ള വ്യാവസായിക ഇടനാഴി ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ ഭാഗമായ ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഗ്വാദർ തുരങ്കം വരെയുള്ള പാത. ഗ്വാദർ തുരങ്കം. അപ്പം ഇതിനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു തുരങ്കം പണിയുന്നുണ്ടെന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് സെക്കൻഡ് ന്യൂസ് ആർട്ടിക്കിൾ കുറച്ചും കൂടി എംഫസിസ് കൊടുത്ത ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. പരീക്ഷയ്ക്കിടെ അധ്യാപകർക്ക് സ്ഥലം മാറ്റം. അപ്പോൾ ന്യൂസ് ഹെഡ്ലൈൻ തന്നെ ഓൾമോസ്റ്റ് ഇവർ കവർ ചെയ്യുന്നുണ്ട് ന്യൂസ്. പരീക്ഷ ഇപ്പം അറിയാം, CBSE എക്സാമും സ്റ്റേറ്റ് എക്സാം, ഹയർ സെക്കൻഡറി എക്സാംസ് ഒക്കെ നടന്ന് കൊണ്ടുപോകുന്നൊരു സമയമാണ്. അപ്പം HSC എക്സാം, DSE എക്സാംസ് അതൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഇതിൻ്റെ ഈ ഇവാലുവേഷൻ, പിന്നെ കറക്ഷൻ, പിന്നെ അത് മാത്രമല്ല മോണിറ്ററിങ്, എക്സാം മോണിറ്ററിങ്ങിനൊക്കെ ടീച്ചേഴ്സിന് ചിലപ്പോൾ സ്ഥലം മാറേണ്ടി വരും. ഇപ്പോൾ ഇമാജിൻ ഐ എം എ ടീച്ചർ ഫ്രം ആലപ്പുഴ, ഐ വുഡ് ബി ഫോഴ്സ് ടു ഗോ ടു കണ്ണൂർ. എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. പക്ഷേ ഞാൻ അവിടെ കണ്ണൂർ പോയിട്ട് അവിടെ ഇവാലുവേഷനും മോണിറ്ററിങ് ഒക്കെ ചെയ്തേ പറ്റൂ. സോ ഇത് ഗവൺമെൻറ് ഓർഡറാണ്. അപ്പം പരീക്ഷയ്ക്കിടെ ടീച്ചേഴ്സ് സ്ഥലം മാറ്റം അവർക്ക് നോട്ടീസ് വന്നു. ആൻഡ് ഇത് കുറേ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ചിലപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, പക്ഷേ അത് ഫോഴ്സ്ഡ്. അപ്പോൾ അതിൻ്റെ ഒരു കേസ് ആണ് ഈ പരീക്ഷയ്ക്കിടെ അധ്യാപകർക്ക് സ്ഥലം മാറ്റം എന്ന് പറഞ്ഞൊരു ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 305 ഹയർ സെക്കൻഡറി അധ്യാപകരിൽ 102 പേരെ മാറ്റിയത് ജില്ലയ്ക്ക് പുറത്തേക്ക്. അതും ജില്ലേൻ്റെ പുറത്താണ് ഇവർക്ക് ഓർഡർ കിട്ടിയത്. 305 ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൽ നിന്ന് 102 ടീച്ചേഴ്സിനാണ് ഇവർ സ്ഥലം മാറ്റം കൊടുത്തത്. തിരുവനന്തപുരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 305 അധ്യാപകർക്ക് പൊതുപരീക്ഷയ്ക്കിടെ സ്ഥലം മാറ്റം. കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സ് ഈ വർഷം പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. സോ അത് ടീച്ചേഴ്സിന് ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ട്രാവലിംഗ് ആണെങ്കിലും പിന്നെ അതുമാത്രമല്ല സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ടീച്ചേഴ്സാണ്. അപ്പം സ്ഥലം മാറ്റം ഭയങ്കര ടീച്ചേഴ്സിന് മെൻ്റലി ഡ്രെയിനിങ് ആണെന്ന് ഒരു റിപ്പോർട്ട്, ഒരു പഠനം. അപ്പോൾ ടീച്ചേഴ്സ് ഒരു കേസ് കൊടുക്കാൻ ദേ ആർ ഓൾ റെഡി ടു റിപ്പോർട്ട് എ കേസ് അഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത്. ബേസിസ് അതാണ് ന്യൂസിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുകയാണെങ്കിൽ. സോ നമ്മൾ 2 ന്യൂസ് ആർട്ടിക്കിൾസ് കവർ ചെയ്തു. ആൻഡ് വൺ മോർ പ്രോമിനൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഇസ് ആശ ഇൻസെൻറ്റീവ് കൂട്ടും മന്ത്രി നഡ്ഡ. ഇത് മാതൃഭൂമിയിൽ ഇവർ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ ഈ ന്യൂസ് ഇവർ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. സോ നമുക്കിനി മലയാള മനോരമയിൽ 3ാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ അനലൈസ് ചെയ്യാം. ആശ ഇൻസെൻറ്റീവ് കൂട്ടും മന്ത്രി നഡ്ഡ. വർധന എത്രയെന്ന് പറഞ്ഞിട്ടില്ല, കേരളത്തിന് കുടിശ്ശിക നൽകാനില്ലെന്നും മന്ത്രി. സോ ആശ ഈസ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അടിയിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രിമച്യൂർ ബേബീസിൻ്റെ ബർത്ത്, പിന്നെ ലാക്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത മദേഴ്സ്, പിന്നെ അതുമാത്രമല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ ഡിസീസ് പ്രിവെൻഷൻ, ഇൽനെസ് മാനേജ്മെൻറ്റ്, എൽഡർലി കെയർ, വാക്സിനേഷൻ ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ആശ എന്ന് പറയുന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അപ്പം ഇൻസെൻറ്റീവ്സ് കൂട്ടും എന്നുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ് ഇത്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഇൻസെൻറ്റീവ് കൂട്ടാൻ തീരുമാനിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ അറിയിച്ചു. അപ്പം ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത്. മാതൃഭൂമിയിലും ഇത് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോട്ടോസൊക്കെ, ഒരു ഫോട്ടോ ക്യാപ്ഷനൊക്കെ ഉണ്ട്, ഫോട്ടോസ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനിടെ കേരളത്തിന് കുടിശ്ശിക നൽകാനില്ലെന്നും സംസ്ഥാനം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാനുണ്ടെന്നും മന്ത്രി പറഞ്ഞ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. സോ അതായത് പ്രതിമാസ ശമ്പളം കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സ്റ്റാർട്ടിങ് സമരമൊക്കെ നടന്നത്. പക്ഷേ ഫൈനലി ആശ ഇൻസെൻറ്റീവ്സ് കൂട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് വന്നു. അതാണ് ഒരു ഷോർട്ട് ന്യൂസ് ആർട്ടിക്കിൾ പോലെയാണ് മലയാള മനോരമ ഇത് കവർ ചെയ്തിട്ടുള്ളത്. മാതൃഭൂമിയിൽ ഇത് കുറച്ചും കൂടി ഒരു ലോങ് ആൻഡ് എൻഹാൻസ്ഡ് രീതിയിലാണ് അവർ കവർ ചെയ്തത്. ന്യൂസ് ആർട്ടിക്കിളാണ് മലയാള മനോരമയിലെ പാതിവില തട്ടിപ്പ് കേസ്, ആനന്ദകുമാർ അറസ്റ്റിൽ. അപ്പോൾ ഈ ആനന്ദകുമാർ സായിഗ്രാമം എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പിന്നെ അതുപോലെ തന്നെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സാണ്. ഇയാൾ പാതിവില കേസിൽ അറസ്റ്റ് ചെയ്തു. ആൻഡ് പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാർ അറസ്റ്റ് ചെയ്തു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിനെ ഇന്നലെ രാവിലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് കാരണം ജാമ്യത്തിൽ വിട്ടു. അപ്പം ഇതാണ് ഒരു ഷോർട്ട്
ബേസിസ് എന്ന് പറയാനുള്ളത്. ഇപ്പം അനന്ത്കുമാർ സായിഗ്രാമം ഓൾമോസ്റ്റ് 650 crores ഇയാൾ തട്ടിയെടുത്തതാണ് കണക്ക് പറയുന്നത്. 650 crores. സോ അനന്ത്കുമാർ ഇപ്പോൾ ഫൈനലി അറസ്റ്റ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, അനന്തുവിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞൊരു ചെറിയൊരു ന്യൂസ് ആർട്ടിക്കിളുണ്ട്. മൂവാറ്റുപുഴ പാതിവില തട്ടിപ്പിൽ മുഖ്യമന്ത്രി അനന്ത് കൃഷ്ണന് വീണ്ടും കസ്റ്റഡിയിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. വീണ്ടും ഒരു ചോദ്യം ചെയ്യുന്നതാണ് ഒരു ചെറിയൊരു ന്യൂസ് ആർട്ടിക്കിൾ കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മലയാള മനോരമയുടെ ന്യൂസ് ആർട്ടിക്കിൾസ്. നമുക്കിനി അടുത്ത ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ഞാൻ എടുത്തത് മാതൃഭൂമിയാണ്. സെയിം ഡേറ്റിലെ വേറെ ന്യൂസ് പേപ്പറാണ്. മാതൃഭൂമിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പറഞ്ഞ ന്യൂസ് ആർട്ടിക്കിളാണ് ആശ വർക്കേഴ്സിൻ്റെ ഇൻസെൻറ്റീവ്സ് കൂട്ടുമെന്ന് പറഞ്ഞൊരു ന്യൂസ് ആർട്ടിക്കിളാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത്. സെയിം മാതൃഭൂമിയിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹെഡ്ലൈന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ മലയാള മനോരമയിൽ അവർ ഹെഡ്ലൈന് കൊടുത്തതെന്ന് വെച്ചാൽ ആശ ഇൻസെൻറ്റീവ് കൂട്ടും മന്ത്രി നഡ്ഡ, അത്രയേ ഉള്ളൂ. ലൈക്ക് ഈ ന്യൂസ് ആർട്ടിക്കിളിൽ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർ ഹെഡ്ലൈനായിട്ട് കൊടുത്തത്. പക്ഷേ മാതൃഭൂമിയിൽ ചോദ്യം ചെയ്യുന്ന പോലെ ആശാമാരുടെ വേതനം വ്യത്യസ്ത നിലപാട് ശരിയേത്, പണം നൽകാനില്ല കേന്ദ്രം നൽകാനുണ്ട് കേരളം. അപ്പം കേരളം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കേന്ദ്രം പറയുന്നു, പക്ഷെ അത് കേരളം പറയുന്നു പണം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിങ് പോലെ ശരിയേത്, ആശാമാരുടെ വേതനം വ്യത്യസ്ത നിലപാട് ശരിയേത്, ഒരു ക്വസ്റ്റ്യനിങ് പോലെയാണ് ഹെഡ്ലൈന് കൊടുത്തിട്ടുള്ളത്. കൊട്ടേഷണൽ ഹെഡ്ലൈൻ എന്നാണ് നമ്മളിത് ജേർണലിസ്റ്റിക് ടേംസിൽ പറയുന്നത്. സോ ഞാനിത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾമോസ്റ്റ് കണ്ടൻറ്റ് ഒക്കെ സെയിം ആണ്. ഇനി സെക്കൻഡ് ന്യൂസും മലയാള മനോരമയിൽ ഓൾറെഡി കവർ ചെയ്തൊരു ന്യൂസാണ്. പാതിവില തട്ടിപ്പ്, അനന്ത്കുമാർ അറസ്റ്റിൽ, പിന്നെ ശ്വാസ തടസ്സം കാരണം അയാളുടെ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചു. സെയിം കാര്യങ്ങളൊക്കെയാണ് ഇത് കവർ ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ മാതൃഭൂമിയിൽ ഇവർ അധികം ന്യൂസ് ആർട്ടിക്കിൾസിന് എംഫസിസ് കൊടുക്കാത്ത, കാരണം അഡ്വർടൈസ്മെൻറ്റ്സിന് ഇവർ അലോട്ട് ചെയ്യാൻ കുറേ സ്പേസ് ഇവർ ഓക്യുപ്പൈ ചെയ്തു. ലൈക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം, നെയിം പ്ലേറ്റിൻ്റെ താഴെ തന്നെ നിസാൻ്റെ ഒരു പരസ്യം കൊടുത്തു. അത് കുറച്ചൊരു സ്പേസ് ഇവർ ഓക്യുപ്പൈ ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് എയർ ഏഷ്യ എയർലൈൻസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് 20% ഓൾ സീറ്റ്സ് ഓൾ ഫ്ലൈറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഇവർ കൊടുത്തു. പിന്നെ അത് മാത്രമല്ല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് 3 to 4. പിന്നെ അത് മാത്രമല്ല അമ്പല ഉത്സവത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോലും ഇവർ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് 3 to 4 അഡ്വർടൈസ്മെൻറ്റ്സ് ഈ ഫ്രണ്ട് പേജിൽ തന്നെ ഇവർ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതാണ് മാതൃഭൂമിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ന്യൂസ് ആർട്ടിക്കിൾസ് ഇവർ അധികം എംഫസൈസ് ചെയ്തിട്ടില്ല. പക്ഷേ മലയാള മനോരമയിൽ നോക്കുകയാണെങ്കിൽ 3 to 4 ഓൾമോസ്റ്റ് 4 ന്യൂസ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, ബട്ട് മാതൃഭൂമി വെച്ച് കമ്പയർ ചെയ്യുമ്പം ആകെ ഒരു ഒറ്റ പരസ്യം മാത്രമേ ഉള്ളൂ, ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്. സോ ഇതൊക്കെയാണ് രണ്ട് ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ്. വിത്ത് മോർ ന്യൂസ് പേപ്പർ അനാലിസിസ് വിൽ ബി കമ്മിങ് ഇൻ ദി ഫ്യൂച്ചർ. ആൻഡ് ദിസ് വാസ് Pranvi Pradeep signing off. Bye.